നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അങ്ങനെ ലാലേട്ടൻ വന്ന് തിരിച്ചു പോയിട്ടുണ്ട്. രണ്ട് എവിക്ഷൻ നമ്മൾ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് രണ്ട് എവിക്ഷൻ ആണ് ഈ ആഴ്ച നടക്കുന്നത്. അല്ല, ഒരു എവിക്ഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു. നമ്മുടെ ആരാണ് നിഷാന പുറത്തായിട്ടുണ്ട്. നാളെ സുരേഷും കൂടി പുറത്താകും. ആ അപ്ഡേറ്റ് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. നിഷാന പുറത്തായ ഉടനെ തന്നെ നമ്മൾ ആദ്യം നിഷാന പുറത്തായെന്ന് പറഞ്ഞുള്ള അപ്ഡേറ്റ് തന്നു. രണ്ടാമത് സുരേഷും കൂടി പുറത്താകുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റും കൂടി നമ്മൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലെ കൃത്യമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മളിങ്ങനെ തരുന്ന അപ്ഡേറ്റുകളൊന്നും ഇതുവരെക്കായിട്ടും തെറ്റിയിട്ടില്ല. നമ്മൾ വളരെ പക്കാ ജെന്യൂൻ സോഴ്സ് എന്നുള്ള അപ്ഡേറ്റുകൾ മാത്രമേ തരാറുള്ളൂ. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എടുത്തു പറയാനുള്ള സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയുടെ വിഷയവുമാണ് ആദ്യമേ പറയാനുള്ളത്. ഈ പറയുന്നത് ജാസ്മിനും ഗബ്രിയും ഒരിടത്ത് പോയി ഇരിക്കുന്നു എന്നുള്ളതും അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഈ പറയുന്ന ആരാണ് നമ്മുടെ ജാസ്മിന്റെ വാപ്പയ്ക്ക് പ്രശ്നമൊന്നുമില്ല. അതായത് അവരെ ഹാപ്പിയാണ്. പിന്നെ അവിടെ പോയി ഓപ്പറേഷനിൽ ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്കപ്പ് ചെയ്ത് വലിയ വിഷയമൊന്നുമില്ല എന്ന് എന്ത് ചെയ്തു ഈ പറയുന്ന ജാസ്മിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നു ഇതൊരു അൺഫെയർ ആണ്, ഒരാൾക്ക് മാത്രം പുറത്തുള്ള കാര്യങ്ങൾ എന്തിനു പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് അൺഫെയർ ആണ് എന്ന് പറയാം. ബിഗ് ബോസിനെ പറയുന്നത് ആദ്യമായിട്ട് നടന്നതെന്നല്ല, ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ പലതും ഒരുപാട് പ്രാവശ്യം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയും. അതിനുശേഷം വാപ്പയുടെ ആരോഗ്യ പ്രശ്നങ്ങളായതുകൊണ്ടാണ് വന്ന് സംസാരിച്ചതും എന്ന് പറഞ്ഞു. കല്ലുവച്ച എന്താണ് കൺഫെഷൻ റൂമിൽ എന്താണ് നടന്നത് എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, മനസ്സിലായോ? പക്ഷെ അത് അവർക്ക് തുറന്ന് സംവാദിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടും ഞാൻ പിന്നെ ഇന്ന് ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഇട്ട് പറഞ്ഞായിരുന്നു, അവരൊരു ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതായത് ബിഗ് ബോസിലേക്ക് ജാസ്മിന്റെ വാപ്പ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞ ഒരു സംഭവമാണ്. അതിന് പകരം ലാലേട്ടൻ പറയുകയാണ് അവിടെ ചെയ്തത്. അപ്പോൾ അവിടെ നടന്നത് മറ്റൊന്നുമല്ല, ഈ ഒരു വിഷയം തന്നെയാണ്. പിന്നെ ബാക്കിയെല്ലാം അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ മറ്റുള്ള ലാലേട്ടൻ പറഞ്ഞതുപോലെ മറ്റുള്ള മത്സരാർത്ഥികളുടെ പിന്നീട് അങ്ങോട്ടുള്ള ഭാവിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പിന്നീട് എന്താണ് അറിവുകളോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള വിവരങ്ങളോ ഒന്നും അവർക്ക് ഷെയർ ചെയ്തിട്ടില്ല. ഈ ഒരു ജാസ്മിനും ഗബ്രിയുമായിട്ടുള്ള വിഷയം തന്നെയാണ് അവിടെ സംസാരിച്ചത്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നെ ഇടാം, എന്തൊക്കെയാണ് സംഭവിച്ചത് അതവിടെ കിടക്കട്ടെ. അപ്പോൾ അത് ജാസ്മിനടുത്ത് പറയുന്നു. പിന്നെ അതിനുശേഷം ജാസ്മിനും ഗബ്രിയുമായിട്ടുള്ള വിഷയം എല്ലാവരും ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട്. ഷിജു ആയിക്കോട്ടെ, ഈ പറയുന്ന റോക്കി ആയിക്കോട്ടെ, പിന്നെ അൻഷിബ പറഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അൻഷിബ വളരെ കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യം പറഞ്ഞു. അവരെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരെ ഈ പറയുന്ന ലവേഴ്സ് ആയിക്കോട്ടെ, അത് നമ്മുടെ കൺസേൺ അല്ല, അവരെന്തോ ആയിക്കോട്ടെ. പക്ഷെ അവര് എന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, മനസ്സിലായോ? അവരിങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരിക്കുമ്പോൾ അവിടെ നമ്മൾ പിന്നെ അനുസരിക്കേണ്ട ഒരു മാനേഴ്സ് ഉണ്ട്. ആ മാനേഴ്സ് അവർ കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത്. പബ്ലിക്കിൽ നമ്മൾ അനുസരിക്കേണ്ട ഒരു മാനേഴ്സ് അവർ കീപ്പ് ചെയ്യുന്നില്ല. അത് നമുക്കൊരു അനവസരമായാലും നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് എന്നുള്ളതൊക്കെ. ഇതൊക്കെ കേട്ടുകൊണ്ട് ഇളിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ഗബ്രിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോക്കിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ ആദ്യം ഗബ്രി പറയുന്നുണ്ട് എന്താണ്, നമ്മൾ അവനെ അങ്ങനെ പ്രവോക്ക് ചെയ്തിട്ടില്ല എന്ന് ഗബ്രി ആദ്യം അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ജാസ്മിൻ വളരെ തന്റെ നമ്മൾ അത് പ്രവോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ജാസ്മിൻ പറഞ്ഞു. ഇവിടെയും ജാസ്മിൻ ഗബ്രിയെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അതിനുശേഷം വീഡിയോസ് ഇട്ടുന്നു, കുറെ വീഡിയോസ് ഇട്ട് കാണിച്ചു കൊടുത്തത്. അതിനുശേഷം ഈ പറയുന്ന ഗബ്രി അവരെ പ്രവോക്ക് ചെയ്യുന്ന വീഡിയോയും ഈ പറയുന്ന റോക്കി വന്ന് ഇടിക്കുന്ന ഒരു വീഡിയോയും, റോക്കി വന്ന് ഒരുപാട് വട്ടം എന്നെ ഇടിക്കുന്നതിന്റെ 32 പല്ലടിച്ച് തെറിപ്പിക്കും എന്ന് പറയുന്ന വീഡിയോ കിട്ടും. എനിക്ക് ഇവിടെ ഒരേ ഒരു സംശയമുള്ളൂ, റോക്കിക്ക് വളരെ ചെറിയ ഒരു പണിഷ്മെന്റ് ആണ് കൊടുത്തതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. വളരെ വളരെ ചെറിയ ഒരു പണിഷ്മെന്റ് ആണ് കൊടുത്തിട്ട്. അതൊന്നും കാരണം അടുത്ത ഒരാഴ്ചത്തേക്ക് മാത്രം നോമിനേഷനിൽ ഇടുക എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് മനസ്സിലാവില്ല. എന്ത് പണിഷ്മെന്റ് ആണ്? കാരണം 3-4 തവണ അവിടെയുള്ള മത്സരാർത്ഥിയെ ശാരീരികമായി ഉപദ്രവിക്കും നിന്റെ അടിച്ച് നിന്റെ 32 പല്ലും തറയെ തള്ളിയിടുമെന്ന് ഈ പറയുന്ന ജാസ്മിനോടായിക്കോട്ടെ ഗബ്രിയോടെ പലവട്ടം ആവർത്തിച്ച് പറയുകയും അവരുടെ പ്രോപ്പർട്ടി വന്ന് ഇടിച്ച് നശിപ്പിക്കുകയും ചെയ്ത ഒരു മത്സരാർത്ഥി ഇത്രയും ചെറിയ രീതിയിൽ ഇത്രയും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവർക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്തതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. ഇതിന് മുമ്പുള്ള സീസണുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെയൊക്കെ ആൾക്കാരിങ്ങനെ വെല്ലുവിളിച്ചപ്പോൾ ഈ ലാലേട്ടൻ തന്നെ വന്നിട്ട് കുടയുന്നുണ്ട്, മനസ്സിലായോ? ഈ ലാലേട്ടൻ തന്നെ ഇതേ വിഷയങ്ങളിൽ നല്ല പിന്നീട് ദേഷ്യപ്പെട്ട് സംസാരിച്ച സീസണൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈവൻ ഹിന്ദിയിലായിക്കോട്ടെ ഏത് ഭാഷയിലായിക്കോട്ടെ ഇങ്ങനെ ഭീഷണി മുഴക്കുന്നവരെ സൽമാനൊക്കെ പറയും ഇടിയടാ, ഇങ്ങനെ ഇപ്പൊ ഇടിയടാ എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ഭയങ്കരമായിട്ട് ഫയറായിട്ട് കൊണ്ടുവരും. പിന്നെ അവനത് ആവർത്തിക്കില്ല. ആ ലെവലിൽ അവർ വഴക്ക് പറയായിരുന്നു. ഇവിടെ അവൻ ചെയ്തത് ശരിയാണ് എന്നുള്ള രീതിയിലാണ്
ബാക്കിയൊക്കെ ശരി തന്നെ. ഇങ്ങനെ ഒരു ആക്ട് വന്നിട്ട് തന്നെ ഇടിക്കും തന്നെ ഞാൻ വെളിയിറങ്ങണ ആ ഒരു സംഭവം, അതിന് നല്ലൊരു ശിക്ഷ അല്ലെങ്കിൽ അതിനെടുത്ത് ഒരു ശകാരിക്കുക പോലും ചെയ്യാത്തതിൽ എനിക്ക് വളരെ നിരാശയാണ് ആ ഒരു സംഭവത്തിൽ. മനസ്സിലായോ? പിന്നെ എനിക്ക് പറയാനുള്ളത് ജിൻഡയെ കുറിച്ച് ജിൻഡോയുടെ നവരസങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ജിൻഡോ ഈ പറയുന്ന എന്താണ് നമ്മുടെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ട് ജിൻഡോ ചെയ്യുന്ന നവരസങ്ങളും ജിൻഡോയുടെ എല്ലാ ഇതിനും എല്ലാവരും വളരെ ക്ലാപ്പ് ചെയ്തു. കാരണം മണ്ടൻ എന്ന മുദ്ര കുത്തിയ ഇപ്പൊ ഹീറോ പരിവേഷത്തിലേക്ക് മാറുന്നു എന്നുള്ള സൂചനയും ലാലേട്ടൻ നല്ല രീതിയിൽ ക്ലാപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആസ് എ റിവ്യൂവർ എന്ന നിലയിൽ ഈ പറയുന്ന ഞാൻ ഇപ്പോഴും പറയുന്നു, ജിൻഡോ എന്ന് പറയാൻ നിങ്ങൾ വിചാരിക്കും പോലെ മണ്ടനൊന്നുമല്ല, അവൻ അറിയാതെയൊന്നുമല്ല, ഇത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ് ജിൻഡോ. പക്ഷെ അത് അവന്റെ ഗെയിമാണ്, അത് അപ്രിഷിയേറ്റ് ചെയ്തില്ല. അവന്റെ ഗെയിം, അത് അവന്റെ ഗെയിം സ്ട്രാറ്റജി. ഈ ജിൻഡോയുടെ ഗെയിം സ്ട്രാറ്റജി ഇത് തന്നെയാണ്, ഇമോഷണൽ ഡ്രാമ, ഇമോഷണലി ഇവന്റെ പ്രേക്ഷകരെ കണക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ജിൻഡോ ഇവിടെ ഈ പറയുന്നതിന് ആവർത്തിച്ചല്ലെങ്കിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജി അതാണ്. പിന്നെ ഈ പറയുന്ന അതിപ്പോ തെറ്റെന്ന്, അത് ചെയ്ത് തെറ്റെന്നല്ല, നമുക്ക് അങ്ങനെ എനിക്കത് മനസ്സിലായെങ്കിൽ ഞാനതൊന്ന് പറയണമെന്നുള്ളതാണ്. മനസ്സിലായി? ഇപ്പൊ എന്റെ ഒരു റിവ്യൂവർ എന്ന നിലയിൽ എനിക്ക് എന്താണ് അവിടെ മനസ്സിലായത്, അതവൻ ചെയ്യുന്ന അത് ജെന്യൂനായിട്ട് കരയുന്നത്, അത് ജനങ്ങളെ ഇമോഷണലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ നടത്തുന്ന ഒരു ഡ്രാമയാണെന്ന് എനിക്ക് മനസ്സിലാകാൻ നിങ്ങളുടെ പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടമാണ്, അതിപ്പോ തെറ്റെന്ന് ഞാൻ പറയില്ല. എല്ലാവർക്കും ഓരോരോ സ്ട്രാറ്റജീസ് ഉണ്ടാവും. ആ ഒരു സ്ട്രാറ്റജീസ് ആണ് ഇത്. എനിക്ക് പേഴ്സണലി ഒരാളെ പറ്റിച്ചുകൊണ്ട് അങ്ങനെ എടുക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം എന്ന് പറഞ്ഞത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ആര് പറയുന്നതാണ് ശരി തെറ്റ് എന്നുള്ളത്. പിന്നെ ഇവിടെ ഏറ്റവും വലിയൊരു വിഷയം പിന്നെ എന്താണ്, ഇവിടെ വേറെ എന്തെങ്കിലും ജിൻഡോ ഈ 3 വിഷയങ്ങളാണ് സംസാരിച്ചത്. അത്ര പിന്നെ എവിഷം പ്രക്രിയ അത്രയാണ് നടന്നത് അല്ലേ. ഇവിടെ ഏറ്റവും വലിയൊരു വിഷയം, ഞാൻ എപ്പോഴും ഈ പറഞ്ഞ ജിൻഡോയുടെ സ്ട്രാറ്റജിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്, പിന്നെ ജാസ്മിന്റെ വാപ്പയുടെയൊക്കെ ഇത് കണ്ടല്ലോ, ഏതാണ് ഇന്റർവ്യൂസ് അല്ല, അവർ പറഞ്ഞ ജാസ്മിൻ എടുത്തത് ഒരു ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ലവ് ഡ്രാമ അല്ലെങ്കിൽ ലവ് കോംബോ, അത് അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുത്തതാണ്. അത് അവൾക്ക് പാളിപ്പോയി എന്നാണ് ഈ പറയുന്ന ആര് പറയുന്നത്, ജാസ്മിന്റെ വാപ്പയും കാര്യങ്ങളൊക്കെ പറയുന്നത്. അവർക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്റെ മോള് മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണെന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എന്ത് ആ കുഴപ്പമില്ല, അവർ ലവേഴ്സ് ആണെങ്കിൽ അവർ കെട്ടിപ്പിടിച്ചോട്ടെ, അവർ ഉമ്മ വെച്ചോട്ടെ എന്നൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. അവരൊരു അമ്മ പിന്നെ രക്ഷകർത്താക്കളാണ്. അപ്പൊ രക്ഷകർത്താവിനെ അങ്ങനെ പറയാൻ പറ്റില്ല. അതൊരു ലവ് സ്ട്രാറ്റജി ആണ് അവൾ എടുത്തത്, അത് പാളിപ്പോയി എന്നുള്ളതാണ്. അതുമല്ല, ആ ഇന്റർവ്യൂവിൽ അവർ സമ്മതിക്കുന്നുണ്ട്, അവരൊരു കാര്യം സമ്മതിക്കുന്നുണ്ട്, അവളെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായി, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അവളെ ഭാഗത്ത് തെറ്റ് തന്നെയാണ് ഉണ്ടായത് എന്നുള്ളത്. ഞാൻ എപ്പോഴും ആവർത്തിച്ച് നിങ്ങൾക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ ഏതാണ്ട് ഓൾമോസ്റ്റ് 99% യൂട്യൂബേഴ്സും പറയുന്ന ഒരു കാര്യമുണ്ട്, അവളെടുത്തത് ലവ് സ്ട്രാറ്റജി തന്നെയാണ്. അവളെടുത്തത് ഒരു ലവ് ഡ്രാമയാണ്, പ്രേക്ഷകരുടെ വോട്ട് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവളെടുത്ത ഒരു ഡ്രാമയാണ്, സ്ട്രാറ്റജിയാണ്. ഞാൻ നെഞ്ചി കഴിച്ചിരുന്നു, ഒരു ലവ് സ്ട്രാറ്റജി അല്ല, അത് ഒരു ഡ്രാമയല്ല, അത് റിയൽ ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയാം, ഈ ജിൻഡോയുടെ കേസ് പറഞ്ഞതുപോലെ എനിക്ക് 100% ഒരു തരി പോലും അതിനകത്ത്. അത് എന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ കാണുന്നത്? നിങ്ങൾ തന്നെ ഒരു കോമൺ സെൻസിൽ ചിന്തിച്ചു നോക്ക്. ഇത്രയും ചീഞ്ഞളിയ ഒരു ലവ് സ്ട്രാറ്റജി ഈ പറയുന്ന ജാസ്മിൻ എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും സമൂഹത്തിന് ഫ്രണ്ടിലായിട്ട് നാണം കെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ലവ് സ്ട്രാറ്റജി എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇൻ കേസ് അവൾ ലവ് സ്ട്രാറ്റജി എന്ന് ഞാൻ സമ്മതിക്കുമായിരുന്നു. എങ്ങനെ? അവൾ അതിനെ ടച്ചിങ്സോ കടിയോ ഈ പറയുന്ന കിസ് കൊടുക്കുകയോ ഇല്ലാതെ ആണ് അവളൊരു ലവ് സ്ട്രാറ്റജി അവിടെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇതെടുത്തത് അവൾ ലവ് സ്ട്രാറ്റജി തന്നെയാണ്. അവൾ റിയൽ ആയിട്ട് അത് ചെയ്യുന്നതല്ല, ലവ് സ്ട്രാറ്റജി തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുമായിരുന്നു. ഇവിടെ അവര് കൂടുതൽ ഇന്റിമസി എന്തിനാണ് ആവശ്യം? അതിന്റെ ആവശ്യം എന്തിനാ? ഇപ്പം ഗബ്രിയുമായിട്ട് ലൈനാണ്, ഒരു ലവ് സ്ട്രാറ്റജിയാണ് ഞാൻ കൊണ്ടുവരുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അവിടെ തൊട്ടലും തടവലും മാന്തലൊന്നും വേണ്ട, ഒരു കണ്ണുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കിപ്പിക്കാം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഇന്റിമസിയിലേക്ക് അവർ പോയിട്ടെങ്കിൽ അത് ഒരിക്കലും നെവർ 1% പോലും അതൊരു സ്ട്രാറ്റജി ആയിരുന്നില്ല, അത് റിയൽ ആയിരുന്നു. മനസ്സിലായോ? ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് ഒരു ഊഹം എന്താ, ഇത് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും പഴയ ലെവലിലേക്ക് തിരിച്ചു വരും. ഇപ്പൊ തന്നെ വീണ്ടും അവർ കൈപിടിക്കുന്ന രംഗങ്ങളൊക്കെ, കൈപിടിക്കുന്നതിന് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ 2 കാര്യങ്ങളിൽ എനിക്കിതാ പറയുന്നത്, ഈ പറയുന്ന ജാസ്മിൻ എടുത്ത സംഭവമൊന്നും സ്ട്രാറ്റജി ഒന്നുമില്ല, അത് വളരെ റിയൽ ആയിരുന്നു. റിയൽ ആയിട്ട് അവൾക്ക് അല്ലെങ്കിൽ പിന്നെ എന്താ അബദ്ധ വന്നു പോയ അല്ലെങ്കിൽ കൺട്രോൾ വിട്ട് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് അതിനകത്ത്. മനസ്സിലായോ? അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് കുഴപ്പമില്ല, സൂപ്പർ ആയിരുന്നു. എനിക്ക് ഒരു കാര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാം, 2 പാഴുകളെ സത്യം പറഞ്ഞാൽ കോമണേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് ഒരുപാട് എത്രയോ എനിക്ക് പറയാനുള്ളൂ. കാരണം എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ ഇതിന് കൊടുത്ത് എത്രയോ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് അവിടെയൊക്കെ തട്ടിമറിച്ചു കൊണ്ടുവന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ പറയുന്ന പേരും പറഞ്ഞു ആകാശി. എന്നിട്ട് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ ഞാനിവിടെ പന്ത് കളിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞ
അവരും പോയി. സുരേഷ് വേസ്റ്റാണ്, അതും വേസ്റ്റാണ്. അപ്പൊ 2 വേസ്റ്റുകളെ ഒരാഴ്ച തന്നെ എടുത്തെറിഞ്ഞുകൊണ്ട് പുതിയൊരു വൈൽഡ് കാർഡിനെ കയറ്റുക, അല്ലെങ്കിൽ 1 2 വൈൽഡ് കാർഡിനെ കയറ്റുക. കളി വീണ്ടും മാറും. വൈൽഡ് കാർഡുകൾ ഒന്നും കയറിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒന്നും കയറിയിട്ടില്ല. ഇനി ചിലപ്പോൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കയറാമായിരിക്കാം. വൈൽഡ് കാർഡ് കയറിയതായിട്ട് എനിക്കൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. കിട്ടിയപ്പോൾ എന്നെ കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ കൃത്യമായിട്ട് വന്ന് പറഞ്ഞു. ഒരു വൈൽഡ് കാർഡും കയറിയിട്ടില്ല എന്നും 2 പേര് പുറത്തായി എന്നും എന്നുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. നമുക്ക് വീണ്ടും കാണാം. ജയ്.